Next, radiative transitions and optical absorption. Radiative transitions and optical absorption. അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്ത് നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ ഒരു പ്രിലിമിനറി എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രമാണ്. ഇതിൻ്റെ അകത്ത് വിസിബിൾ റീജിയൻ എവിടെയാണ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഫോട്ടോൺ എനർജി കാണിച്ചിട്ടുണ്ട്. ദ ചാർട്ട് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഫ്രം ദ അൾട്രാവയലറ്റ് റീജിയൻ ടു ദ ഇൻഫ്രാറെഡ് റീജിയൻ. ഓക്കെ, ഇത് അൾട്രാവയലറ്റ് വരുന്നത് ഇവിടെ ഇൻഫ്രാറെഡ് റീജിയനിൽ വരുന്നുണ്ട്. അപ്പോൾ വയലറ്റ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ, ഗ്രീനാണ് സെൻറ്ററിൽ വരുന്നത്. ഏതാണ്ട് ആ റേഞ്ചിലാണ് നമുക്ക് നമ്മുടെ ഐ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവായിട്ട് നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, to convert the wavelength to photon energy, we use the relationship lambda is equal to c by nu hc by h nu equal to 1.24 divided by h nu into e electron volt h nu in electron volt micrometer അല്ലേ. നമുക്കിവിടെ കാണുന്ന ആ ഫിഗർ തന്നെയാണ്. where c is the speed of light in vacuum, v is the frequency of light, h is the Planck's constant and h nu is the energy of photon and is measured in electron volts. For example, 0.5 micrometer green light corresponds to a photon energy of 2.48 electron volt. Basics ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ കാര്യത്തിൽ നടക്കാം. There are basically three processes of interaction between a photon and an electron in a solid. എന്തൊക്കെയാണ്? അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓക്കെ, ഇത്തരം മൂന്ന് ഫിനോമിനയാണ് നമ്മൾ ഇതിലേക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, സിമുലേറ്റഡ് എമിഷൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നോക്കി ഇവിടെ നോക്കി ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നോക്കി ഒരു എനർജി ലെവൽ E1 എന്ന് പറയുന്ന എനർജി ലെവൽ, E2 എന്ന് പറയുന്ന മറ്റൊരു എനർജി ലെവൽ. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഇലക്ട്രോൺസ് നമുക്ക് എവിടെ എത്തിക്കണം? E2 എത്തിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എച്ച് ന്യൂ എന്ന് പറയുന്ന ഒരു എനർജിയാണ്. ഒരു എനർജി നമ്മളിവിടെ, അല്ലെങ്കിൽ ഒരു ഫോട്ടോൺ നമ്മളിവിടെ ഈ ഒരു ബാൻഡ് ഗ്യാപ്പിലൂടെ പാസ് ചെയ്യുകയാണ്. പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ എച്ച് ന്യൂ എന്ന് പറയുന്ന എനർജി ഈ ഒരു ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും? E2 എന്ന് പറയുന്ന സ്പേസിലേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ അത്രയുള്ള എനർജി, അതായത് E2, അതാണ് He12 എന്ന് പറഞ്ഞിരിക്കുന്നത്. 1 നിന്ന് 2ലേക്ക് എത്താനുള്ള എനർജി, അതാണ് ഇവിടെ H12 എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ത് സംഭവിക്കും? ഈ ഒരു ഫോട്ടോൺ ഇങ്ങനെ കടന്നു പോയ സമയത്ത് എന്ത് സംഭവിക്കും? ആ ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഈ ഇലക്ട്രോൺസ് എവിടെ എത്തും? E2 എന്ന് പറയുന്ന എനർജി ലെവലിലേക്ക് എത്തും. ഓക്കെ, ആ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. കൺസിഡർ ടു എനർജി ലെവൽസ് E1 ആൻഡ് E2 ഓഫ് ആൻ ആറ്റം, where E1 corresponds to the ground state and E2 corresponds to the excited state. See figure. അതാണ് നേരത്തെ പറഞ്ഞ ഫിഗറിൽ കണ്ടത്. Any transition between these states involves the emission or absorption of photon with the frequency H12 given by H nu 12. V12 frequency V12 given by H12 is equal to E2 minus E1. In room temperature, most of the atom in a solid are the ground state. Normal room temperature എന്താണ്? ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റ്, അതായത് E1-ലായിരിക്കും ഉണ്ടാവുക. This situation is disturbed when a photon of energy exactly equal to H nu 12 impinges on the system. ഈ സിറ്റുവേഷനിലേക്ക് ഏത് വരാണ്? ഒരു H nu എന്ന് പറയുന്ന ഒരു എനർജി വന്ന് കയറുകയാണ്, അല്ലെങ്കിൽ ഫോട്ടോൺ വന്ന് കയറുകയാണ്. An atom is in state E1 absorbs the photon and thereby goes to the excited state E2. E2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് അത് ജമ്പ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് അങ്ങോട്ടേക്ക് പോകും. The change in the energy state is the absorption process shown in figure. അല്ലേ, അതാണ് നമ്മുടെ ഈ പറയുന്ന ഈ ഫിഗറിൽ കാണുന്നത് അബ്സോർപ്ഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് വിളിച്ചത്? അബ്സോർപ്ഷൻ എന്ന് വിളിച്ചത്. അബ്സോർപ്ഷൻ. ഇനി നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ പറയുകയാണ്. സ്റ്റിമുലേറ്റഡ് എമിഷൻ അല്ലേ, ഒന്നാമത്തെ കാര്യം സ്പോണ്ടേനിയസ് എമിഷൻ. അബ്സോർപ്ഷൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്പോണ്ടേനിയസ് എമിഷനാണ്. നേരത്തെ ഇപ്പോൾ നമ്മളിവിടെ E1 നിന്ന് E2ലേക്ക് ഇലക്ട്രോൺസിനെ ജമ്പ് ചെയ്യിച്ചു. പക്ഷേ എന്നിരുന്നാലും അത് അവിടെ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നിൽക്കത്തുള്ളൂ. After a short time, the excited state of the atom is unstable. After a short time, without any external stimulus, it makes a transition to the ground state, giving off a photon of energy H nu 12.
അല്ലേ? നമുക്ക് ആ സമയത്ത് എന്ത് സംഭവിക്കും? E2 നിന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ട് ചാടും? E1ലേക്ക് താഴേക്ക് വരും, താഴെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും, അല്ലെങ്കിൽ അതിന് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് വരും. ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് വരും സമയത്ത് എന്ത് സംഭവിക്കും? അത് നേരത്തെ അബ്സോർബ് ചെയ്ത എനർജി എത്രയാണോ അത് റിലീസ് ചെയ്യും. H(nu)(1)2 എന്ന് പറയുന്ന എനർജി അത് റിലീസ് ചെയ്യും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് സ്പോണ്ടേനിയസ് എമിഷൻ. സ്പോണ്ടേനിയസ് എമിഷൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. സ്റ്റിമുലേറ്റഡ് എമിഷൻ അതിനകത്ത് വരുന്നത് വെൻ എ ഫോട്ടോൺ എനർജി H(nu)(1)2 impinges on an atom well it is excited state. നമ്മൾ കണ്ടതാണ്, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അത് പോകും, അല്ലേ? The atom can be stimulated to make a transition to ground state and gives off a photon energy H(1)2. അതായത് ചില സമയങ്ങളിലാണെങ്കിൽ അതെന്ത് സംഭവിക്കും? E2-ലിരിക്കുന്ന സംഭവം താഴേക്ക് വരില്ല. എന്ത് ചെയ്യണം? ഇത് താഴേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ എനർജി നമ്മൾ പുറത്തുനിന്ന് കൊടുക്കണം. അതാണ് പറയുന്നത് gives off a photon of energy H(1)2 which is in phase with the incident radiation. This process is called stimulated emission. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇവിടേക്ക് താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിമുലേഷൻ പുറത്തുനിന്ന് കൊടുക്കുകയാണ്. The radiation from stimulated emission is monochromatic because each photon has precisely an energy H(nu)(1)2 and is coherent because all photons emitted are in phase. അതായത് ഇതിലേക്കൂടെ പോകുന്ന സമയത്ത് എനർജിയുടെ ഫേസ് എന്താണോ, നേരത്തെ H(nu) കൊടുത്ത ഫേസ് എന്താണോ, അല്ലെങ്കിൽ അതേ ഫേസിൽ തന്നെയുള്ള H(nu)(1)2 എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, E2-ലുള്ള ഈ ഇലക്ട്രോൺസ് താഴേക്ക്, അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺ താഴേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഈ H(nu)(1)2 ഈ താഴേക്ക് വരുന്ന കാരണം ഉണ്ടാകുന്ന വേറൊരു H(nu)(1)2 കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ H(nu) കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് H(nu) അത് ജനറേറ്റ് ചെയ്തു, അത് രണ്ടും സെയിം ഫേസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് കൊഹറൻറ്റ് ലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൊഹറൻറ്റ് എനർജി ആയിരിക്കും പുറത്തേക്ക്, അല്ലെങ്കിൽ കൊഹറൻറ്റ് ഫോട്ടോൺസ് ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. മോണോക്രോമാറ്റിക് ആയിരിക്കും, ഒരേ കളറുള്ള ലൈറ്റ് ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ദ ഡോമിനൻ്റ് ഓപ്പറേറ്റിംഗ് പ്രോസസ് ഫോർ LED. നമ്മൾ നേരത്തെ ഇപ്പോൾ 3 പ്രോസസ്സ് പറഞ്ഞു. ഏതൊക്കെയാണ്? അബ്സോർപ്ഷൻ പറഞ്ഞു, അതുപോലെ സ്പോണ്ടേനിയസ് എമിഷൻ പറഞ്ഞു, അതോടൊപ്പം തന്നെ സ്റ്റിമുലേറ്റഡ് എമിഷൻ പറഞ്ഞു. അപ്പോൾ ഈ 3 പ്രോസസ്സും നമുക്ക് വരാൻ പോകുന്ന 3 ഡിവൈസുകളുടെ ബേസിക് ആയിട്ടുള്ള വർക്കിങ്ങിൻ്റെ, അല്ലെങ്കിൽ ബേസിക് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ വർക്കിങ്ങിൻ്റെ ബേസിക് പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ദ ഡോമിനൻ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോസസ് ഓഫ് LED കേസിൽ വരികയാണെങ്കിൽ എന്താണത്? ഈ സ്പോണ്ടേനിയസ് എമിഷനാണ് അവിടെ നടക്കുന്നത്. സ്പോണ്ടേനിയസ് എമിഷൻ. നമ്മളൊരു വോൾട്ടേജ് കൊടുത്ത് ഇലക്ട്രോൺസിനെ നമ്മൾ ഈ E1 ടു E2ലേക്ക് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു. ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അതിൻ്റെ സ്റ്റേറ്റിൽ എന്താ പറയുക, അതിൻ്റെ ഒരു പൊസിഷൻ അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് തിരിച്ച് വീണ്ടും എവിടേക്ക് തിരിച്ചു വരും? അത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. എന്ത് ചെയ്തുകൊണ്ട്? അത് നേരത്തെ അബ്സോർബ് ചെയ്ത എനർജി എത്രയാണോ അത് റിലീസ് ചെയ്തുകൊണ്ട്, ഒരു ഫോട്ടോണിൻ്റെ മാതൃകയിൽ അത് പുറത്ത് വിട്ടുകൊണ്ടായിരിക്കും തിരിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ എനർജി, ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് E1 മുതൽ E2 വരെയുള്ള എനർജി ഗ്യാപ്പിനും ഗ്യാപ്പ് എന്ന് പറയുന്നതും ഈ പറയുന്ന ഈ പുറത്തേക്ക് വിടുന്ന H(nu) എന്ന് പറയുന്ന എനർജിയും ഏതാണ്ട് ഡിപ്പെൻഡഡ് ആണ്. അതിൻ്റെ കളറും, അല്ലെങ്കിൽ LED-യുടെ കളറും, അതിൻ്റെ എനർജി ബാൻഡും, അതിൻ്റെ എനർജിയും എല്ലാം അത് പരസ്പരം ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, ഫോർ ദ ലേസർ ഡയോഡ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നോർമൽ വിസിബിൾ LED പറഞ്ഞത്. നോർമൽ ലേസർ ഡയോഡ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റിമുലേറ്റഡ് എമിഷനാണ് അതിലേക്ക് വരുന്നത്. അതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. ലേസർ ലൈറ്റ് കൊഹറൻ്റ് ആണ്, അതോടൊപ്പം തന്നെ മോണോക്രോമാറ്റിക് ആണെന്നൊക്കെ പറയാൻ കാരണം അതുകൊണ്ടാണ്. ആൻഡ് ഫോർ ദ ഫോട്ടോ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് അതിനകത്ത് എന്താ വരുന്നത്? അതിൻ്റെ സോളാർ സെല്ലിലും ഫോട്ടോ ഡിറ്റക്ടേഴ്സിലൊക്കെ വരുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അബ്സോർപ്ഷനാണ്. അപ്പോൾ 3 ഡിവൈസുകളുടെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ്? അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പോൾ നമുക്കിനി ഓരോരോ ഡിവൈസുകൾ ഡിസ്കസ് ചെയ്യാം. വിസിബിൾ LED. ഓക്കെ, വിസിബിൾ LED-ൻ്റെ അകത്ത് ഫിഗർ നോക്കിയാൽ നമുക്ക് ഈ ഫിഗറിൽ കാണാം. ഇതിൻ്റെ അകത്ത് ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ, അല്ലെങ്കിൽ വിസിബിൾ സ്പെക്ട്രത്തിലെ നമുക്ക് കണ്ണിന് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് ഈ പറയുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും സെൻസിറ്റീവ്, നമുക്ക് നമ്മുടെ കണ്ണിന് ഏറ്റവും ഒരു സ്ട്രെയിനും കൂടാതെ കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു ഏരിയയാണ് ഈ പറയുന്ന ഗ്രീൻ ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാംഡ മൈക്രോമീറ്റർ, അല്ലെങ്കിൽ വേവ് ലെങ്ത് 0.555 മൈക്രോമീറ്റർ എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, figure shows the relative eye response as a function of the wavelength of the corresponding photon energy. The maximum sensitivity of the eye is at 0.555 micrometer
അല്ലെങ്കിൽ ഓക്കെ ദ ഐ റെസ്പോൺസ് falls to nearly zero at the extreme of the visible spectrum of at about 0.4 and the 0.7 micrometer അല്ലേ 0.4 to 0.7 micrometer ആണ് നമുക്ക് കണ്ണോട് കാണാൻ കഴിയുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. For normal vision at the peak response of the eye is 1 watt of radiant energy is equivalent to 683 lumen. Okay. Since the eye is only sensitive to light within the photon energy at nu is equal to the greater than 1.8 electron volt less than 0.7 micrometer. 0.7 മൈക്രോമീറ്ററിന് താഴെയുള്ള ലൈറ്റുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു LED ഉണ്ടാക്കാൻ പോകുന്ന സെമി കണ്ടക്ടർ ആണെങ്കിൽ സെമി കണ്ടക്ടർ ഉപയോഗിച്ചാണ് നമ്മൾ LED ഉണ്ടാക്കുന്നത്. കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ഉപയോഗിച്ചിട്ടാണ് മെയിനായിട്ട് നമ്മുടെ LEDകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ LED ഉണ്ടാക്കുന്ന സമയത്ത് LED ഈ പറയുന്ന സെമി കണ്ടക്ടേഴ്സിൻ്റെ ബാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ എനർജി ബാൻഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ലാർജർ ദാൻ ദിസ് ലിമിറ്റ് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ലെസ് ദാൻ 0.7 മൈക്രോമീറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ 1.8 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൂടുതൽ എനർജി ബാൻഡ് ഗ്യാപ്പ് ആയിരിക്കണം അതിനുണ്ടാവേണ്ടത്. ഓക്കെ, ഫിഗർ ആൾസോ ഷോസ് ദ ബാൻഡ് ഗ്യാപ്പ് ഓഫ് വേരിയസ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഡിഫറെൻറ്റ് ബാൻഡ് ഗ്യാപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കാണുന്നതിന് 0.5 നമ്മുടെ പക്ക നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. നോക്കിയേ, ഫിഗർ എ ഷോസ് ദ എനർജി ഗ്യാപ്പ് ഫോർ ഗാലിയം ആർസനൈഡ് 1 - y py ആസ് എ ഫങ്ഷൻ ഓഫ് ദി മോൾ ഫ്രാക്ഷൻ. അതായത് ഈ നമ്മൾ ഈ LED-കളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഗാലിയം ആർസനൈഡ് പോലുള്ള കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്ന് പറയാൻ കാരണം തന്നെ ഒന്നിൽ കൂടുതൽ മൂലകങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു കോമ്പൗണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ LED-കൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത് റേഷ്യോയിലാണ് അല്ലെങ്കിൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യുന്നത്? ഒന്നിൽ കൂടുതൽ മൂലകങ്ങൾ എന്ന് പറഞ്ഞു, ആ ഒന്നിൽ കൂടുതൽ മൂലകങ്ങൾ ചേർന്നുണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ ഘടകങ്ങൾ ചേർത്തുണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു അളവുകോൽ എടുത്തുകൊണ്ടാണ് അതിനെ മിക്സ് ചെയ്യുന്നത്. ഓക്കെ, ആ മോൾ ഫ്രാക്ഷൻ അനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡയോഡ് അല്ലെങ്കിൽ LED-യുടെ കളർ നിർണ്ണയിക്കുന്നത്. അതിൻ്റെ എനർജി ഗ്യാപ്പ്, ഈ എനർജി ബാൻഡ് ഗ്യാപ്പ് നിർണ്ണയിക്കുന്നതും ഈ മോൾ ഫ്രാക്ഷനാണ്. അതാണ് പറയുന്നത് ഫോർ 0 to y എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ 0-ൻ്റെയും 0.45-ൻ്റെ ഇടയിലാണെങ്കിൽ ആ ബാൻഡ് ഗ്യാപ്പിനെ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് എന്ന് വിളിക്കുന്നു. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് നോക്കിയാൽ ഡിഫറെൻറ്റ്, നമ്മൾ രണ്ടാമത്തെ പ്ലോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. വ്യത്യസ്ത മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്തുകൊണ്ട് മോൾ ഫ്രാക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന സെമി കണ്ടക്ടേഴ്സിൻ്റെ ബാൻഡ് ഗ്യാപ്പ് കണ്ടില്ല, ഡിഫറെൻറ്റ്. ഇതൊന്നാണ്, ഇത് മറ്റൊരു ബാൻഡ് ഗ്യാപ്പാണ്, ഇത് മറ്റൊരു ബാൻഡ് ഗ്യാപ്പാണ്. ഇത് ഓരോരോ മോൾ ഫ്രാക്ഷനിൽ അല്ലെങ്കിൽ y = 1 എത്തിയപ്പോഴാണ് ഇവിടെ വന്നത് അല്ലേ. അങ്ങനെ y-ൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ചാണ് ഈ പറയുന്ന ബാൻഡ് ഗ്യാപ്പ് മാറുന്നത്. ഈ ബാൻഡ് ഗ്യാപ്പാണ് നമ്മുടെ LED-യുടെ കളറിനെ നിർണ്ണയിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, വ്യത്യസ്ത കളർ LED-കൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ആ LED-കളുടെ കളർ ജനറേറ്റ് ചെയ്യുന്നതും ഉണ്ടാകുന്നതും ഈ ഒരു മോൾ ഫ്രാക്ഷൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് കളറുകൾ ജനറേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ റെഡ് LED ഉണ്ടാക്കുന്നുണ്ട്, ബ്ലൂ LED ഉണ്ടാക്കുന്നുണ്ട്, ഗ്രീൻ LED ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓരോ LED-കൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ബാൻഡ് ഗ്യാപ്പാണ് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഈ ബാൻഡ് ഗ്യാപ്പ് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ഈ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് നമ്മൾ മിക്സ് ചെയ്തുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എത്രയാണെന്ന് നിർണ്ണയിച്ചുകൊണ്ടാണ് ഈ സംഭവം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി എനർജി ഗ്യാപ്പ് 1.424 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ മുതൽ EG = 1.97 വോൾട്ട് വരെ എന്താണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പാണ്. അതിൻ്റെ മുകളിലേക്ക് y > 0.45 ഗ്യാപ്പ് ആണെങ്കിൽ ദ ബാൻഡ് ഗ്യാപ്പ് ഈസ് ഇൻഡയറക്റ്റ്. നമ്മുടെ ഈ സെക്കൻഡ് ഡയഗ്രം നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാം വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഏതാണ്ട് ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. എവിടെ വരെയാണ്? 1.424 മുതൽ 1.977 ഇലക്ട്രോൺ വോൾട്ട് വരെ അത് എന്തായിരിക്കും? ഡയറക്റ്റ് ആയിരിക്കും. ഇനി അതിനേക്കാളും മുകളിൽ പോവുകയാണെങ്കിൽ, അതായത് y > 0.45 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ആ എനർജി ബാൻഡ് അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് വരുന്നത് ഇവിടെയാണ്. നോക്കി, കണ്ടക്ഷൻ ബാൻഡ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇത് ഇങ്ങനെ പോകേണ്ടത് ഒരു മൊമെൻറ്റം ചേഞ്ച് കൂടെ അവിടെ വരുന്നുണ്ട്. മൊമെൻറ്റം ചേഞ്ച് ഇവിടെ മൊമെൻറ്റം എന്ന് പറയുന്നത് സെയിം മൊമെൻറ്റത്തിലാണ് രണ്ടും ഇരിക്കുന്നത്. അതായത് സെയിം എനർജി അല്ലെങ്കിൽ രണ്ട് സെയിം മൊമെൻറ്റത്തിലിരിക്കുന്നത് സെയിം
മൊമെൻറ്റം ആയതുകൊണ്ട് തന്നെ ഒരേ ഇതിന് എന്താ പറയുക, ഈ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്കും കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അധികം പണിയെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടുന്ന് ഇവിടേക്കും എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മൊമെൻറ്റം ചേഞ്ച് അല്ലെങ്കിൽ മൊമെൻറ്റം കൺസർവ് ചെയ്യാനുള്ള ഒരു സംഗതി കൂടെ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പും ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗർ ബി ഷോസ് ദ കറസ്പോണ്ടിങ് എനർജി മൊമെൻറ്റം പ്ലോട്ട് ഫോർ ദ സെലക്റ്റഡ് അലോയ് കോമ്പോസിഷൻ ആസ് ഇൻഡിക്കേറ്റഡ് ദ കണ്ടക്ഷൻ ബാൻഡ് ഹാസ് 2 മിനിമ. ഓക്കെ, കണ്ടക്ഷൻ ബാൻഡ് 2 മിനിമം ഉണ്ട്, ഇവിടെ ഒരു മിനിമം ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു മിനിമം ഉണ്ട്. The one along rho equal to 0 is the direct minimum, and one along the rho is equal to rho max is the indirect minimum. അല്ലേ, റോ എന്ന് പറയുന്നത് ഇതാണ്, അത് നമ്മുടെ മൊമെൻറ്റം ചേഞ്ചിനെയാണ് റോ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മൊമെൻറ്റം ആണ് റോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 0 എന്ന് പറയുന്ന മൊമെൻറ്റത്തിലാണ് ഫസ്റ്റ് മിനിമം ഇരിക്കുന്നത്. അടുത്ത മിനിമം ഇരിക്കുന്ന എവിടെയാണ്? ഈ പി മാക്സ് എന്ന് പറയുന്ന മൊമെൻറ്റത്തിലായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നോർമൽ കേസിൽ നമ്മുടെ ഈ പറയുന്ന വിസിബിൾ LED വർക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിലാണ് ഈ വിസിബിൾ LED വർക്ക് ചെയ്യുന്നത്, അല്ലേ, നമുക്കറിയാം. പക്ഷേ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് വഴി നമ്മൾ ഉപയോഗിക്കുന്ന സംഗതികൾ ഇൻഫ്രാറെഡ് പോലെ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് പോലുള്ള ഇൻഫ്രാറെഡ് പോലുള്ള സംഗതികൾ LED പോലുള്ള സംഭവത്തിൽ നമുക്ക് ഒരു എക്സ്ട്രാ ലെയർ കൂടി അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു സ്പേസ് കൂടി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് ഇവിടെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. Electrons in direct minimum of the conduction band and holes at the top of the valence band have equal momenta. അല്ലേ, റോ is equal to 0 ആണ്, ഈക്വൽ മൊമെൻ്റ് ആണ്. ബട്ട് ഇലക്ട്രോൺസ് ഇൻ ദ ഇൻഡയറക്റ്റ് മിനിമം ഓഫ് ദി കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ഹോൾസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി വാലൻസ് ബാൻഡ് ഹാവ് ഡിഫറെൻറ്റ് മൊമെൻറ്റം. അല്ലേ, ഡിഫറെൻറ്റ് മൊമെൻ്റ് ആണുള്ളത്. ദ റേഡിയേറ്റീവ് ട്രാൻസിഷൻ മെക്കാനിസം ആർ ഫൗണ്ട് പ്രിഡോമിനൻ്റ്ലി ഇൻ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ്. അല്ലേ, നമ്മുടെ നോർമൽ മെക്കാനിസം, അതായത് നോർമൽ LED radiative transmission mechanism are found in predominantly in direct band gap semiconductors such as gallium arsenide phosphorus. അതെന്താണ്, 0.45നേക്കാളും കുറഞ്ഞ ഒരു മോൾ ഫ്രാക്ഷനാണ് ഈ ഒരു മിശ്രിതത്തിനുള്ളത്. സിൻസ് ദ മൊമെൻറ്റം ഈസ് കൺസർവ്ഡ്, മൊമെൻറ്റം എന്താണ്, കൺസർവ്ഡ് ആണ്. ദ ഫോട്ടോൺ എനർജി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് ദ സെമി കണ്ടക്ടർ. അല്ലേ, ദ ഫോട്ടോൺ എനർജി, അതായത് ഈ പറയുന്ന ബാൻഡ് ഗ്യാപ്പിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് താഴേക്ക് വരുന്ന സമയത്ത്, അല്ലേ, സ്പോണ്ടേനിയസ് എമിഷൻ വഴി താഴേക്ക് വരുന്ന ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഈ ബാൻഡ് ഗ്യാപ്പിന് ഈക്വൽ ആയിരിക്കും, അല്ലേ, അല്ലെങ്കിൽ ഈ ബാൻഡ് ഗ്യാപ്പിന് ഈക്വൽ ആയിട്ടുള്ള എനർജി ആയിരിക്കും അത് പുറത്തേക്ക് വിടുന്നത്. അതോടൊപ്പം തന്നെ ആ ഫോട്ടോൺസിൻ്റെ കളർ അല്ലെങ്കിൽ ആ ജനറേറ്റ് ചെയ്യുന്ന കളർ, ലൈറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ഈ ഗ്യാപ്പിന് ഡിപ്പെൻഡഡ് ആണ്. എന്നിരുന്നാലും ഗാലിയം ആർസനൈഡ് ഫോസ്ഫറസ് വിത്ത് ഗ്രേറ്റർ ദാൻ 0.45, അല്ലെ, y ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 0.45 ആണെങ്കിൽ ഗാലിയം ഫോസ്ഫൈഡ് വിച്ച് ആർ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ്, ദ പ്രോബബിലിറ്റി ഓഫ് റേഡിയേറ്റീവ് ട്രാൻസിഷൻ ഈസ് വെരി സ്മോൾ. അതായത് അത്തരം ഡിവൈസുകൾ റേഡിയേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും. റേഡിയേറ്റ് ട്രാൻസിഷൻ ഈസ് വെരി സ്മോൾ. Since lattice interactions or other scattering agents must be participate in the process of to conserve the momentum. അതായത് ഈ പറയുന്ന മൊമെൻറ്റം ചേഞ്ചിന് നമ്മൾ മാറ്റം വരുത്തി അല്ലെങ്കിൽ മൊമെൻറ്റം ചേഞ്ചിനെ കുറച്ച് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ മൊമെൻറ്റം കൺസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ അടുക്കൊരു ഒരു റീജിയൻ നമ്മൾ ഒരു ആർട്ടിഫിഷ്യലി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ എലമെൻ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ദർഫോർ ദ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് സ്പെഷ്യൽ റീകോമ്പിനേഷൻ സെൻറ്റേഴ്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ടു എൻഹാൻസ് ദ റേഡിയേറ്റീവ് പ്രോസസ്സ്. ഓക്കെ, ആ റേഡിയേറ്റീവ് പ്രോസസ്സ് നേരത്തെ കുറച്ചാണെന്ന് പറഞ്ഞു. ഈ പറയുന്ന ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിൽ കുറച്ച് കുറച്ച് റേഡിയേഷൻ ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ഉണ്ടാവത്തുള്ളൂ. അതിനെ അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു സ്പെഷ്യൽ റീകോമ്പിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. ഇൻകോർപ്പറേറ്റിംഗ് നൈട്രജൻ ഇൻ ടു ദ ക്രിസ്റ്റൽ ലാറ്റിസ് ക്യാൻ ഫോം എഫിഷ്യൻറ്റ് റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ സെൻറ്റേഴ്സ് ഇൻ ഗാലിയം ആർസനൈഡ് ഫോസ്ഫറസ്. നമുക്കതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഒരു നൈട്രജൻ കൂടെ ആഡ് ചെയ്യുന്നു. ആ സമയത്ത് എന്ത് സംഭവിക്കും, അത് ഒരു എക്സ്ട്രാ ഒരു റീകോമ്പിനേഷൻ റീജിയൻ കൂടെ അത് ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്.
when nitrogen is introduced, it replaces the phosphorus atom in the lattice sites. അതിൻ്റെ ലാറ്റിസിൻ്റെ അകത്തുള്ള ഫോസ്ഫറസിനെ എന്ത് റീപ്ലേസ് ചെയ്യും? നൈട്രജൻ റീപ്ലേസ് ചെയ്യും. കാരണം രണ്ടും എന്താണ് പെൻറ്റാവാലൻ്റ് ഇലക്ട്രോൺസ് ആണ്, ആറ്റംസ് ആണ്. Recombination center is thus produced in, it is called an isoelectronic centers. This recombination centers can greatly enhance the probability of radiative transition in direct band gap semiconductors. Transition in indirect band gap semiconductors. This recombination center can greatly enhance the probability of radiative transition in indirect band gap semiconductors. Okay, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പാണ്. ഇവിടെ നിന്ന് നമ്മൾ ഒരു ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യിക്കുന്നു, തിരിച്ച് ഇവിടേക്ക് സമയത്ത് ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നു അല്ലേ. എനർജി ആൻഡ് മൊമെൻറ്റം ഒരു ഡയമെൻഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിലോ 0, ഇവിടെയാണ് നമ്മുടെ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസും ഇങ്ങോട്ട് ജമ്പ് ചെയ്യുന്നു. മൊമെൻറ്റം കൂടെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഈ ഒരു ലെവലിൽ നമ്മളൊരു മറ്റൊരു എന്താ പറയുക, ഒരു റീകോമ്പിനേഷൻ റീജിയൻ കൂടെ ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ നൈട്രജൻ ഈ മിശ്രിതത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിസ്റ്റലിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫിഗർ ഷോസ് ദ ക്വാണ്ടം എഫിഷ്യൻസി, ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് ജനറേറ്റഡ് പെർ ഇലക്ട്രോൺ ഹോൾ പെയർ versus alloy composition for the gallium arsenide phosphorus with and without the electronic impurity nitrogen. അതായത് ഈ രണ്ട് ഗ്രാഫ് എന്ന് പറയുന്നത്, ഒന്ന് നൈട്രജൻ ആഡ് ചെയ്യാതെയുള്ള ഗ്രാഫും മറ്റത് ആഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ആഡ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ക്വാണ്ടം എഫിഷ്യൻസിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ദ എഫിഷ്യൻസി വിത്തൗട്ട് നൈട്രജൻ ഡ്രോപ്സ് ഷാർപ്പ്ലി ഇൻ ദ കോമ്പസിഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യാണ്? കുറഞ്ഞു പോവാണ്. ഒരു 0.4 കഴിയുമ്പോഴത്തേക്കും എന്താണ് ഇത് വളരെ കുറഞ്ഞ ഒരു ലെവലിലേക്ക് പോവാണ് എഫിഷ്യൻസി. ഷാർപ്പ്ലി ഇൻ ദ കോമ്പസിഷൻ റേഞ്ച് 0.4 to 0.5 because the band gap changes from direct to indirect at y equal to 0.45. The efficiency with nitrogen is considerably higher for y greater than 0.5 അല്ലേ, but nevertheless decreases steadily with an increase in the y because of the increase in the separation between the direct and indirect band gap. നോക്കിയാൽ നൈട്രജൻ ആഡ് ചെയ്തുകൊണ്ടുള്ള സംഭവം നോക്കിയാൽ വളരെ വലിയൊരു എഫിഷ്യൻസിയാണുള്ളത്. അത് മാത്രമല്ല, അത് പെട്ടെന്നൊന്നും അത് താഴേക്ക് വരുന്നുമില്ല. കാരണം എന്താണ്? അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടിയൊരു ലെവലിലാണ് അത് നിൽക്കുന്നത്. There are 3 losses mechanism that reduces the quantity of emitted photons. അപ്പോൾ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്തത് ഈ നമ്മുടെ LED-ൻ്റെ വർക്കിങ്ങും LED-ൻ്റെ പ്രിൻസിപ്പിളും അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിളും അതെങ്ങനെ ഉണ്ടാക്കുന്നതും അതുണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അതിൻ്റെ രണ്ട് ടൈപ്പ് പറയുന്ന, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ടൈപ്പ് LED-യുടെ ലൈറ്റ് വിസിബിൾ LED-യുടെ എന്താ പറയുക സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് നൈട്രജൻ ഇല്ലാത്തതും ഒന്ന് നൈട്രജൻ ഉള്ളതും. അത് നൈട്രജൻ ഇല്ലാത്തതാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന റിഫ്ലക്ഷൻ കണ്ടില്ലേ, ഇവിടെ കറക്റ്റ് ഇത് എമിഷൻ പുറത്തേക്കുള്ള എമിഷൻ കുറവാണ്. ഇവിടെ നോക്കിയേ, എമിഷൻ വളരെ കൂടുതലാണ് അല്ലേ. There are 3 losses mechanism that reduces the quantity of the emitted photons. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ലോസസിൻ്റെ കാര്യം പറയുന്നത്. അബ്സോർപ്ഷൻ വിത്തിൻ ദ LED മെറ്റീരിയൽ, LED-ൻ്റെ മെറ്റീരിയലിനകത്തുള്ള അബ്സോർപ്ഷൻ അല്ലേ, നമുക്ക് കാണാറുണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒക്കെ അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. റിഫ്ലക്ഷൻ ലോസ് വെൻ ലൈറ്റ് പാസസ് ഫ്രം എ സെമി കണ്ടക്ടർ ടു എയർ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെയാണ് എയറും ഉണ്ടായിരിക്കുന്ന മെറ്റീരിയലും തമ്മിൽ, അല്ലെങ്കിൽ അതിന് കണക്ട് ചെയ്തിരിക്കുന്ന ഗ്ലാസ് പോർഷൻ ഉണ്ടാവും മുകളിൽ കാണുന്ന, അതിൻ്റെയും രണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാരണം ഒരു ലോസ് ഉണ്ടാകുന്നുണ്ട്, റിഫ്ലക്ഷൻ ലോസ് ഉണ്ടാകുന്നു. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാരണം ഒരു ലോസ് ഉണ്ടാകുന്നുണ്ട്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അറ്റ് ആംഗിൾസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ തീറ്റ സി ഡിഫൈൻഡ് ബൈ സ്നെൽസ് ലോ. തീറ്റ സി ഈക്വൽ സൈൻ തീറ്റ സി ഈക്വൽ ടു n1 ഡിവൈഡ് ബൈ n2 അല്ലേ. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു കാരണം ഉണ്ടാകുന്ന ഒരു ലോസും ഇതിന്, അങ്ങനെ 3 ലോസസാണ് ഈ പറയുന്ന വിസിബിൾ LED-യിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്.
അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്, എക്സ്റ്റേണൽ സ്ട്രക്ചറാണ്. ഈ ഒരു ഏരിയ ആണ് നമ്മുടെ LED ചിപ്പ് എന്ന് പറയുന്നത്. LED ചിപ്പ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത്രയും മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം അതിനെ ക്യാപ്സുലേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്ന, കണക്ഷൻ എടുക്കാൻ ഉപയോഗിക്കുന്ന റീജിയൻസ് ആണ്. അപ്പോൾ ഇത് ആണ് 2 ലീഡ്സ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതൊരു ഇൻസുലേറ്ററാണ് താഴെ കാണിച്ചിരിക്കുന്നത്. പിന്നെ മെറ്റൽ ഒരു ഹെഡ് ഉണ്ടായിരിക്കും. സാധാരണ ചിലതിനെ കാണാം, ചിലതിന് ഉണ്ടാവില്ല. അതുപോലെ ഗ്ലാസ് വിൻഡോ ഉണ്ട്, മുകളിലൂടെ ഒരു ഗ്ലാസ് കളേർഡ് എപ്പോക്സി ലെൻസ് അല്ലേ, നമുക്ക് വേണമെങ്കിൽ പല കളറിലും ഉണ്ടാക്കാം. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പല കളറിലും LED ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, അതിൻ്റെ വേറൊരു സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി IR LED. IR LED ഫങ്ഷൻസ് എല്ലാം സെയിം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ LED ഈ പറയുന്ന എന്താ പറയുക, സ്പോണ്ടേനിയസ് എമിഷനും സിമുലേറ്റഡ് എമിഷനൊക്കെ തന്നെയാണ്. സ്പോണ്ടേനിയസ് എമിഷനും അബ്സോർപ്ഷനൊക്കെ തന്നെയാണ് നമ്മുടെ ഈ IR LED വർക്കിങ്ങിൽ വരുന്നത്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇൻഫ്രാറെഡ് LEDs ഇൻക്ലൂഡ് ഗാലിയം ആർസനൈഡ് LEDs വിച്ച് എമിറ്റ് ലൈറ്റ് 0.9 മൈക്രോമീറ്റർ. നമുക്ക് കാണാൻ പറ്റാത്ത ഏരിയ അല്ലേ, നമ്മളത്തെ പറഞ്ഞു നമ്മൾ 0.7 മൈക്രോമീറ്റർ വരെയുള്ളതാണ് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. 0.9 മൈക്രോമീറ്റർ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻഫ്രാറെഡ് റീജിയനായി, പിന്നെ നമുക്ക് കണ്ണോട് കാണാൻ കഴിയില്ല. ആൻഡ് മെനി third to 5 compounds such as the quaternary gallium indium arsenide phosphorus LEDs which emits the light from 1.1 to 1.6 മൈക്രോമീറ്റർ. അപ്പോൾ ആ ഒരു ലെവലിലുള്ള LED അല്ലെങ്കിൽ അത്തരം വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്ന അത്തരം ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്ത്തുള്ള വേവ്സ് ജനറേറ്റ് ചെയ്യുന്ന LED നമ്മൾ എന്ത് വിളിക്കുന്നത്, IR LED എന്ന് പറയുന്നത്. An important application of the infrared LED is the opto isolator. പ്രധാനമായിട്ട് നമ്മൾ ഈ IR LED ഉപയോഗിക്കുന്നത് ഒപ്റ്റോ ഐസൊലേറ്റേഴ്സിലാണ്. ഒപ്റ്റോ ഐസൊലേറ്റർ എന്തിനാണെന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ഡിവൈസിൻ്റെ അകത്ത് ഒരു ലോ വോൾട്ടേജ് റീജിയൻ ഉണ്ടായിരിക്കും, ഒരു ഹൈ വോൾട്ടേജ് റീജിയൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു റേഡിയേഷൻ സെക്ഷനാണ്. റേഡിയേഷൻ്റെ കാര്യം തന്നെ എടുക്കാം. ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെങ്കിൽ നമ്മുടെ ഈ റേഡിയേഷനും അതിൻ്റെ ഓസിലേഷൻ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് വളരെ ഹൈ പവർ കൈകാര്യം ചെയ്യുന്നൊരു സെക്ഷൻ ആയിരിക്കും. എന്നാലോ നമ്മളിതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് നമ്മളിതിൻ്റെ എമിഷനും അതിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ കൺട്രോളിങ് സർക്യൂട്ടിലായിരിക്കും. ഈ കൺട്രോളിങ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ലോ വോൾട്ടേജ് സെക്ഷനായിരിക്കും. അപ്പോൾ ഈ ലോ വോൾട്ടേജ് സെക്ഷനെയും ഹൈ വോൾട്ടേജ് സെക്ഷനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്നാലോ അതിൻ്റെ കണക്ഷൻ, അതായത് ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ഒപ്റ്റിക്കലി കപ്പിൾഡ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്തരം ആ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒപ്റ്റോ ഐസൊലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കൺട്രോളേഴ്സിൽ നിന്ന് ഔട്ട്പുട്ട് നമ്മൾ ഈ ഒപ്റ്റോ ഐസൊലേറ്ററിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നു. എന്നാൽ അതിൻ്റെ അകത്ത് ഉള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു എൻഡിൽ ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതായത് ഇൻഫ്രാറെഡ് LED ആണ് പ്രധാനമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ IR LED എമിറ്റ് ചെയ്യുന്നു. പുറത്ത് ഈ സെക്കൻഡറി ഉണ്ടാവുന്നത് എന്താണ്, ഒരു ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ അതുപോലുള്ള ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവുക. അതായത് ഫോട്ടോ ഒന്നുകിൽ ഒപ്റ്റോ കപ്ലേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ ചിലപ്പോൾ ട്രയാക്ക് ആയിരിക്കാം, ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കാം, ഇങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്നെങ്കിൽ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ ബേസിലേക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യും, ലൈറ്റ് നമ്മൾ എന്താ പറയുക ഇമ്പിൻ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ഒരു ട്രയാക്കാണെങ്കിൽ അതിൻ്റെ ഗേറ്റിലേക്ക് നമ്മൾ ലൈറ്റ് കൊടുക്കും. അപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് ലൈറ്റ് കിട്ടുന്ന സമയത്തായിരിക്കും അതിൻ്റെ കണ്ടക്ഷൻ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഈ ഒപ്റ്റോ കപ്ലർ അല്ലെങ്കിൽ ഒപ്റ്റോ ഐസൊലേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഒപ്റ്റോ ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കലി കപ്പിൾഡ് ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ്. അപ്പോൾ നമുക്കൊരു ലോ വോൾട്ടേജ് സെക്ഷനെയും ഹൈ വോൾട്ടേജ് സെക്ഷനെയും നമുക്ക് ഇലക്ട്രിക്കലി സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ കഴിയും. An important application of the infrared LED is the opto isolator where the input or control signal is decoupled from the output. The surface emitting infrared indium gallium arsenide phosphorus LED used for optical fiber communication. ഇപ്പോൾ നമ്മൾ ഇന്ന് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഫീൽഡാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിൽ ഇപ്പം നിങ്ങളുടെ വീടാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഒരു FTTH എന്ന് പറയുന്നത് ഫൈബർ ടു ഹോം എന്ന് പറയുന്ന കണക്ഷൻ BSNLൻ്റെയോ കേരള വിഷൻ്റെയോ അതുപോലെയുള്ള നെറ്റ്വർക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഫൈബർ കമ്മ്യൂണിക്കേഷനിലൂടെ ഈ ലൈറ്റാണ് വരുന്നത്, സിഗ്നൽസ് എല്ലാം വരുന്നത് എന്തായിട്ടാണ്, ഈ ഡാറ്റ വരുന്നത് എന്തായിട്ടാണ്, ലൈറ്റ് സിഗ്നൽസ് ആയിട്ടാണ്. അത്തരം സന്ദർഭങ്ങളിൽ ലൈറ്റിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചുകൊണ്ടാണ്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ഇൻഫ്രാറെഡിനെയാണ് നമ്മുടെ ഈ ഫൈബർ ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ നമ്മൾ കടത്തിവിടുന്നത്. ഈ ഒന്നുകിൽ മോഡുലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ പല രീതിയിൽ നമ്മളതിനെ മോഡുലേറ്റ് ചെയ്തിട്ട് ലൈറ്റിന് എന്തായാലും അറ്റ്മോസ്റ്റ് എന്താണത്, ഒരു ഇൻഫ്രാറെഡ് റൈസ് തന്നെയാണ്.
The surface emitting infrared indium gallium arsenide phosphorus is through optical fiber communication is shown in figure. അപ്പോൾ നമ്മുടെ വീട്ടിലെത്തുന്ന ഫൈബർ കമ്മ്യൂണിക്കേഷനിലൂടെ വരുന്ന ലൈറ്റും എന്താണ്? ഇൻഫ്രാറെഡ് ലൈറ്റാണ്. ദ യൂസ് ഓഫ് ഹെട്രോജംഗ്ഷൻ ഇന്ഡിയം ഗാലിയം ആർസനൈഡ് ഫോസ്ഫറസ് ഒരു സൈഡിലും മറ്റു സൈഡിൽ ഇന്ത്യൻ ഫോസ്ഫറസും അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന 2 PN ജംഗ്ഷൻ, അതിനാണ് നമ്മൾ ഹെട്രോജംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് പി റീജിയണും എൻ റീജിയണും ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഡിവൈസ് PN ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെട്രോജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഹെട്രോജംഗ്ഷൻ. ഹോമോജംഗ്ഷൻ എന്ന് വിളിക്കുന്നത് എന്തിനായിരിക്കും? രണ്ടും, അതായത് പി റീജിയണും എൻ റീജിയണും ഉണ്ടാക്കിയിരിക്കുന്നത് സെയിം മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെയിം കോമ്പൗണ്ട് കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ. Can increase the efficiency that result from the confinement of the carrier by the layer of the higher band gap semiconductor indium phosphorus surrounding the radiative recombination region indium gallium arsenide phosphorus. അതായത് അത്തരം മെറ്റീരിയൽസിൽ ഈ റീകോമ്പിനേഷൻ റീജിയൻസ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം? ഇതുപോലെ റേഡിയേറ്റീവ് ട്രാൻസിഷൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ കഴിയും. The heterojunction can also serve as an optical window to the emitted radiation because the higher band gap confining layer do not absorb radiation from one lower band gap to emitter region. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ heterojunction can serve as an optical window to the emitted radiation. Emitted radiation അതൊരു ഒപ്റ്റിക്കൽ വിൻഡോ ആണ്, പുറത്തേക്കാ പോകത്തുള്ളൂ. The higher band gap confining layer do not absorb the radiation from the lower band gap emitting the region. അപ്പോൾ നമ്മൾ താഴെ നിന്നുള്ള ഒരു സംഗതി എന്ത് ചെയ്യുന്നില്ല? ഈ എമിറ്റ് ചെയ്യുന്ന റേസിനെ അബ്സോർബ് ചെയ്യുന്നില്ല, അത് പുറത്തേക്കാണ് ഈ സംഗതി പോകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ലെക്ചർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് ഇടുകയോ ചെയ്യാം. ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.